മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ആമേൻ പത്രോസ് തിരിഞ്ഞു, തബീഥയുടെ നേരെ തിരിയുക. എന്നെ ചിന്തിപ്പിച്ച കാര്യം പുറത്ത് ഒരു പറ്റം മുഴുവൻ മാളിക മുറിയുടെ വെളിയിൽ തബീഥയുടെ ഡെഡ് ബോഡിയെ എങ്ങനെ അടക്കം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അകത്തളങ്ങളിൽ ഒരുവൻ മുഴങ്കാലിൽ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്തൊരു പറ്റം മുഴുവൻ തബീഥയുടെ നീളത്തിനും വണ്ണത്തിനുമൊത്ത ശവപ്പെട്ടി തേടിപ്പൊക്കൊണ്ടിരിക്കുമ്പം പുറത്തൊരു പറ്റം മുഴുവൻ തബീഥയുടെ ഡെഡ് ബോഡി കുഴിച്ചിടുവാൻ ആമേൻ കുഴി വെട്ടിക്കൊണ്ടിരിക്കുമ്പം അകത്തളങ്ങളിൽ ഒരുവൻ പ്രാർത്ഥിക്കുന്നു. പുറത്തൊരു പറ്റം മുഴുവൻ ഫ്യൂണറൽ സർവീസിന് തയ്യാറെടുക്കുമ്പം അകത്തൊരുവൻ പ്രാർത്ഥനാ മുറിയിൽ റിസറക്ഷൻ സർവീസിന് തയ്യാറെടുക്കുക. ഇതാ മാളിക മുറിയുടെ അനുഭവം, ഇതാ പ്രാർത്ഥനയുടെ അനുഭവം, ഇതാ വിശ്വാസത്തിൻ്റെ ആഴം നിന്നിലുണ്ടെങ്കിൽ വെളിപ്പെടുന്നത്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. തബീഥയോട് ഇച്ചിരി ഇഷ്ടക്കേടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഒരു പിടി മണ്ണും കയ്യിൽ പിടിച്ച് ചുരുട്ടി വെച്ചേക്കുക. തബീഥയുടെ ഡെഡ് ബോഡിയുടെ മുകളിലേക്ക് വലിച്ചെറിയാൻ, കുഴിച്ചു മൂടാൻ ഒരു പറ്റം കാത്തു നിൽക്കുമ്പം അകത്തളങ്ങളിൽ ഒരുവൻ ഉയർപ്പിക്കാൻ മുഴങ്കാലിൽ നിൽക്കുകയാ. ആര് വേണമെങ്കിലും നിന്നെ കുഴിച്ചിടാൻ പദ്ധതികൾ ഒരുക്കട്ടെ, ആര് വേണമെങ്കിലും നിന്നെ അവസാനിപ്പിക്കാൻ പദ്ധതികൾ ഒരുക്കട്ടെ. പക്ഷേ പ്രാർത്ഥനാമുറിയുടെ അകത്തളങ്ങളിൽ നീ ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും, മുഴങ്കാലിൽ നിൽക്കുവാൻ നിന്റെ കൂടെ ആരുമില്ലെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ പ്രാർത്ഥനാമുറിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഒരുവൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുക, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടൊന്ന് തിരിയാൻ തയ്യാറാകും? എത്ര പേര് മാളിക മുറിയിൽ കയറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് തിരിയാൻ എത്ര പേർ തയ്യാറാകും? എവിടേക്ക് തിരിയാനാ? നിന്റെ നഷ്ടങ്ങളുടെ നേർക്ക്. ഇന്നലകളിൽ നീ ഉപേക്ഷിച്ച ഒത്തിരി കാര്യങ്ങളില്ലേ, ഇനി ഒരിക്കലും ഉയർക്കത്തില്ലെന്ന് പറഞ്ഞ്, ഇനി ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് ഇന്നലകളിൽ നിന്റെ പുറകിലേക്ക് വലിച്ചെറിഞ്ഞ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, ഒത്തിരി വാഗ്ദത്തങ്ങൾ നീ കേട്ടത് നീ വലിച്ചെറിഞ്ഞില്ലേ പുറകിലേക്ക്? ഇന്ന് പകലിൽ ഒന്ന് തിരിയാൻ തയ്യാറാണോ? പ്രാർത്ഥിച്ചിട്ടേ അതിൻ്റെ നേരെ തിരിയാൻ എത്ര പേര് തയ്യാറാകും? ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു, എന്നിട്ട് വിളിക്കുക, തബീഥയെ. ഓ ഹല്ലേലൂയ, തബീഥയെ. എൻ്റെ ചോദ്യം, പത്രോസേ എന്നെ അറിഞ്ഞിട്ടായി വിളിക്കുന്നേ? കിടക്കുന്നത് മരിച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂറെങ്കിലും പഴക്കമുള്ള ഒരു ഡെഡ് ബോഡിയല്ലേ കിടക്കണേ? അതിനെ നോക്കി വിളിക്കുക, തബീഥയെ എഴുന്നേൽക്കാൻ. എൻ്റെ ചോദ്യം, എന്നെ ധൈര്യ? പരിശുദ്ധാത്മാവനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ. മോനെ, മാളിക മുറിയിൽ വെളിപ്പെട്ട പത്രോസിൻ്റെ പ്രാർത്ഥന ഒരു പരീക്ഷണമല്ലടാ. ഇന്നത്തെ കാലഘട്ടത്തിലെങ്ങാണമായിരുന്നെങ്കിൽ ഒന്ന് പതുക്കെ തിരിഞ്ഞു നോക്കും, തബീഥയുടെ നെഞ്ചു വല്ലതും ഇടിക്കുന്നുണ്ടോ, അടുക്കലോട്ട് പോയിട്ട് പൾസൊക്കെ പിടിച്ചു നോക്കും, കയ്യിൽ പൾസ് വല്ലതും ഉണ്ടോ, ജീവൻ വല്ലതും തുടിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യും. പക്ഷെ പത്രോസ് ഒന്നും ചെയ്തില്ല. പത്രോസ് ടെസ്റ്റ് ചെയ്തതുമില്ല, പത്രോസ് തബീഥയെ നോക്കിയതുമില്ല. തിരിഞ്ഞിട്ടൊരൊറ്റ വിളി, തബീഥയെ എഴുന്നേൽക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ദൂതുണ്ട്. മാളിക മുറിക്കകത്ത് പത്രോസ് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു പരീക്ഷണമല്ല കുഞ്ഞെ, അതൊരു ഉറപ്പാ. എന്നാ ഉറപ്പെന്നറിയാവോ? നീ പ്രാർത്ഥിച്ചിട്ട് വിളിച്ച ഏത് ശവവും ഉയർക്കുമെന്നുള്ള ഉറപ്പ്. ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുകയാ. കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനകൾ ഒരു പരീക്ഷണമാകരുത് കേട്ടോ. നിന്റെ ഉപവാസം ഒരു പരീക്ഷണമാകരുത്. നിന്റെ ആരാധന ഒരു പരീക്ഷണമാകരുത്. നീ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നും, എൻ്റെ മാളിക മുറിയിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നതാരെന്നും ഇന്ന് പകൽ തിരിച്ചറിയണം. അങ്ങനെ ഒരു ശബ്ദം നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തിരിച്ചറിവ് നിന്റെ അകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥന പരീക്ഷണമല്ല കുഞ്ഞെ,
അതൊരുറപ്പായി മാറാൻ പോവാ. ഇന്ന് പകലിൽ ഉറപ്പുള്ള ചില പ്രാർത്ഥനകൾ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ഞാൻ ആരോടോ ഇന്ന് പകലിൽ ദൂത് കൈമാറുകയാ. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാനൊരു ദൂത് കൈമാറുകയാ. 3 ദിവസം ഉപവസിച്ച് നോക്കാമെന്നല്ല നീ പറയണ്ടേ. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആമേൻ പറയുന്നതിന് മുൻപേ എൻ്റെ വീടിനകത്ത് അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരുവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പത്രോസിന്റെ ഉറപ്പെന്നാന്നറിയാമോ? അവൻ ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ സ്നേഹിതനായ 4 നാളായി നാറ്റം വമിച്ച ലാസറിനെ ഒരു വാക്കുകൊണ്ട് പുറത്തെടുത്ത അരുമനാഥൻ എൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടെന്നുള്ള ഉറപ്പാ പത്രോസിന്റെ ഉറപ്പ്. ഈ ഉറപ്പുള്ള പത്രോസ് വിളിക്കുക, തബീത്തെ എഴുന്നേൽക്കുക, ഗെറ്റ് അപ്പ്, വേക്ക് അപ്പ്, തബീത്തെ എഴുന്നേൽക്കുക. ഇന്ന് പകലില്ലേ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ അകത്ത് ഉറപ്പ് വെളിപ്പെടട്ടെ. ഈ പകലിൽ നീ ഏതൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി, ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി നീറുന്ന ഉമിത്തി പോലെ വെന്ത് പുകയുന്ന ഏതൊക്കെ വിഷയത്തിന് വേണ്ടി ഇന്ന് പകലിൽ മുഴങ്കാലിൽ നീ പ്രാർത്ഥിക്കുന്നു, ആ വിഷയത്തിനകത്ത് ഒരു ഉറപ്പ് വെളിപ്പെടട്ടെ. എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ആ ഉറപ്പുള്ള പത്രോസ് തിരിഞ്ഞു നിന്നിട്ട് ഒറ്റ വിളി, തബീത്തയെ എഴുന്നേൽക്കുക. റെഡിയാണോ എത്ര പേര് ഒന്ന് തിരിയാൻ? പ്രാർത്ഥനയിൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ടതിലേക്ക് നീ ഒന്ന് തിരിയ, ചിലത് ഉയർക്കാൻ പോവാ. പത്രോസ് തിരിഞ്ഞിട്ടേ പറഞ്ഞൊരു പദം, തബീത്തയെ എഴുന്നേൽക്കുക. ഉടനെ അവൾ കണ്ണു തുറന്നു. ഉടനെ അവൾ കണ്ണു തുറന്നു. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഉടനെ അവൾ കണ്ണു തുറന്നു. ഇനി ഒരിക്കലും ഈ പുറം ലോകം കാണാൻ അവളുടെ കണ്ണുകൾക്ക് കഴിയല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം, ഇവൾ മരണപ്പെട്ടെന്ന് കണ്ടപ്പം, ഇവളുടെ കൂടെ നടന്ന, ഇവളെ സ്നേഹിച്ച, ഇവളുടെ ഒപ്പം ചേർന്ന് നിന്ന ആരോ തിരുമി അടച്ച കണ്ണുകളാ ഈ കണ്ണുകൾ. ഇനി ഒരിക്കലും പുറം ലോകം കാണാൻ ഈ കണ്ണുകൾ കൊണ്ട് കഴിയുകയല്ല എന്ന് കരുതി ഇവളുടെ കൂടെ നടന്ന ആരോ തിരുമി അടച്ച കണ്ണ് ഒരുവന്റെ പ്രാർത്ഥനയിൽ ചിമ്മി ചിമ്മി തുറന്നു വന്നെന്ന്. ഇന്ന് പകലിൽ ആര് തിരുമി അടച്ചാലും, ആര് നിന്റെ വഴികൾ അടച്ചെന്ന് പറഞ്ഞാലും, ഏത് വലിയവൻ നിന്റെ മുൻപിൽ ഡോറുകൾ കൊട്ടി അടച്ചെന്ന് പറഞ്ഞാലും, പ്രാർത്ഥനാമുറിയിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, മാളിക മുറിയിൽ നീ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, ആര് കൊട്ടിയടച്ചാലും ആര് തിരുമി അടച്ചാലും നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദത്തിങ്കൽ ചിലത് നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഈ പകലിൽ തുറന്നു വരികയാ. ഇനി ഒരിക്കലും തുറക്കുകയല്ല എന്ന് കരുതിയത് കുഴിയിലേക്ക് കൊണ്ടുവെക്കാൻ കാത്തു നടന്നവരുടെ മധ്യത്തിൽ തബീത്തയുടെ കണ്ണ് ചിമ്മി ചിമ്മി തുറന്നെന്ന്. ഇന്ന് പകലിൽ ചിലത് തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എന്നെ കേൾക്കുന്ന അവൻ പ്രിയ കുടുംബങ്ങളുടെ നടുവിൽ ചിലത് തുറക്കട്ടെ. വഴികൾ അടച്ചെന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഒരിക്കലും ആ വഴി ഞങ്ങളുടെ മുൻപിൽ തുറക്കുകയല്ല എന്ന് ഭാരത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ മുൻപിൽ ചിലത് തുറക്കട്ടെ, യേശുവിൻ നാമത്തിൽ ചിലത് തുറക്കട്ടെ. കണ്ണ് ചിമ്മി ചിമ്മി തുറന്നു. പത്രോസിനെ കണ്ട് അവൾ എഴുന്നേറ്റിരുന്നു. പത്രോസിനെ കണ്ട് അവൾ എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. He has a quality to raise people. അവനൊരു ക്വാളിറ്റി ഉണ്ട് പത്രോസിന്, ആളുകളെ എഴുന്നേൽപ്പിക്കാൻ ഒരു ക്വാളിറ്റി. ഈ ക്വാളിറ്റി എവിടെ അത് കിട്ടിയെന്ന് അറിയാമോ? മുങ്ങിത്താണുകൊണ്ടിരുന്നപ്പോൾ കൈ പിടിച്ചുയർത്തിയ ഒരു ഗുരുവിനെ അവൻ അറിയാം. മുങ്ങിത്താണുകൊണ്ടിരുന്നപ്പോൾ കൈ പിടിച്ചുയർത്തിയ ഒരു ഗുരുവിനെ അവൻ അറിയാവുന്നത് കൊണ്ട് പത്രോസിനൊരു ക്വാളിറ്റി ഉണ്ട്, എഴുന്നേൽപ്പിക്കാൻ ഒരു ക്വാളിറ്റി. പത്രോസ് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചിട്ട് വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ചു. ഇതേ മാളിക മുറിയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതി ആരൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നോ അവരെ മുഴുവൻ പത്രോസ് വിളിച്ചു. ഇതേ മാളിക മുറിയിൽ തബീത്ത ഉണ്ടാക്കിയ ഉടുപ്പുകളും വസ്ത്രങ്ങളും ഒക്കെ കാണിച്ചിട്ട്, അയ്യോ തബീത്ത പോയെന്ന് പറഞ്ഞ് നഷ്ടബോധത്തിൻ്റെ കണക്കുകൾ വിളിച്ചു പറഞ്ഞ ഒരു പറ്റത്തെ മുഴുവൻ പത്രോസ് തൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ആര് നഷ്ടപ്പെട്ടെന്ന് കരുതിയോ, ആരുടെ കണ്ണുകൾ നിങ്ങൾ തിരുമി അടച്ചോ,
അവളെ ജീവനുള്ളവളായി അവരുടെ മുൻപിൽ നിർത്തിക്കൊടുത്തു. അവളെ ജീവനുള്ളവളായി. ആര് നഷ്ടപ്പെട്ടെന്ന് കരുതിയോ അവരുടെ മുൻപിൽ ദേ ഇപ്പോൾ തബീത്ത ജീവനോടെ നിൽക്കുന്നു. അതേ പ്രിയരെ, ഒരു പ്രാർത്ഥനാമുറി നിനക്കുണ്ടെങ്കിൽ, ഒരു മാളിക മുറി നിനക്കുണ്ടെങ്കിൽ, അവിടെ നിൻ്റെ കൂടെ ആരുമില്ലേലും പ്രാർത്ഥിക്കാൻ നീ ഒറ്റയ്ക്കാണേലും, മുഴങ്കാൽ മടക്കുവാൻ നിൻ്റെ 2 കാലുകളെ ഉള്ളെങ്കിലും, സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ ഒരു ദൂത് കൈമാറുകയാ. നിൻ്റെ നഷ്ടങ്ങളെ മാളിക മുറിയിൽ നീ തിരികെ പിടിക്കാൻ പോവുക. നിശ്ചലമായി പോയ ചിലത് മാളിക മുറിയിൽ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. ചലനമറ്റ ചിലത്, ആര് നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞോ അവരുടെ മുൻപിൽ നീ നിൻ്റെ ലാഭങ്ങളെയും കൊണ്ട്, ദൈവം നിനക്ക് ചെയ്ത ചില നന്മകളെയും കൊണ്ട് നീ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിക്കാൻ തുടങ്ങി. അതെ, നിൻ്റെ വീടിന് ചുറ്റുമുള്ള ചിലരെ കൂടെ അതിശയിപ്പിക്കുന്ന ചില ദൈവപ്രവർത്തികൾ നിൻ്റെ ഭവനത്തിൽ നടക്കാൻ പോവുകയാണ്. ആ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടച്ചേ. ആമേൻ. 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വചനപ്രകാശനം എന്ന ആത്മീയ ശുശ്രൂഷയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നസറന യേശുവിൻ്റെ നാമത്തിൽ മാളികമുറിയിൽ, പ്രാർത്ഥനാമുറിയിൽ വിങ്ങലോടെ തേങ്ങലോടെ ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിലത് വെളിപ്പെട്ടു വരട്ടെ. ഇവരെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയുടെ അടയാളങ്ങൾ നിന്റെ ഭവനത്തിൽ വെളിപ്പെടട്ടെ. യേശുവിൻ